ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഞാൻ ആ കണക്ക് പരിശോധിക്കുകയായിരുന്നു. അങ്ങ് അയച്ചു തന്ന കണക്ക് 30 ദിവസമേ ആവുന്നുള്ളൂ, ഒരു മാസമേ ആവുന്നുള്ളൂ. അതിനിടയിൽ 14,000-ലധികം 15,000-ഓളം അടുത്ത് കേസുകൾ ഇതിനകം എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ തണ്ടർ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ മാറുന്നു. മയങ്ങില്ല കേരളം എന്നതാണ് ക്യാമ്പയിൻ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. എത്രമേൽ ആഴമേറിയ വിപത്തിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മിനിസ്റ്റർ? രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു വലിയ നെറ്റ്വർക്കിനെതിരെയാണ് യഥാർത്ഥത്തിൽ കേരളം പോരാടിക്കൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമല്ല, ലോകമാകമാനം അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. പക്ഷെ നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഒരു വിപത്ത് വളരെ വലുതാണ്. ഇപ്പോൾ കേരള പുതിയ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാനും എക്സൈസിന്റെ നിലവിലുണ്ടായിരുന്ന ഓപ്പറേഷൻ തണ്ടറിനെ തന്നെ നമ്മൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നിലവിൽ എക്സൈസ് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് പ്ലാനാണ്. നിലവിൽ എക്സൈസ് ആക്ടിവിറ്റീസ് ഒരു 3 പില്ലറുകളിലായിരുന്നു. ഒന്ന് എൻഫോഴ്സ്മെന്റ്, 2 അവയർനെസ് സൈഡ് വിമുക്തിയാണ്, അവയർനെസ് സൈഡും ഡി അഡിക്ഷനും. അവയർനെസ് സൈഡിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് സൈഡിൽ പോലീസ് എക്സൈസ് ഇത്തരം ക്യാപ്ചറുകൾ നടത്തുമ്പോൾ, അവയർനെസ് സൈഡിൽ നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നടക്കുന്ന അവയർനെസ് പ്രോഗ്രാംസ്, ക്യാമ്പയിൻസ്. ഡി അഡിക്ഷൻ സൈഡിൽ ഉണ്ടായിരുന്നത് 14 ജില്ലകളിലുമുള്ള ഡി അഡിക്ഷൻ സെന്ററുകളാണ്. ഡി അഡിക്ഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ലഹരിമുക്ത ചികിത്സ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു 4th പില്ലറുണ്ട്. അതായത് 4th പില്ലർ എന്നത് റിഹാബിലിറ്റേഷനാണ്. പലപ്പോഴും നമ്മൾ ഈ ഡി അഡിക്ഷൻ കഴിഞ്ഞ് ആളുകളെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവർ വീണ്ടും സമൂഹത്തിലേക്ക് ചെല്ലും, വീണ്ടും ലഹരിക്ക് അടിമപ്പെടും. അപ്പം ആ ഒരു ഭാഗം അൺഅറ്റൻഡഡ് ആയി നിൽക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കൂടി, റിഹാബിലിറ്റേഷനും സമൂഹത്തിലേക്കുള്ള പുനഃസംയോജനവും അതൊരു ഏരിയ ആയിട്ട് എടുത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മയങ്ങില്ല കേരളം എന്നൊരു ക്യാമ്പയിൻ എക്സൈസ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടായ ഓപ്പറേഷൻ തണ്ടറിനെ കുറിച്ചാണ് അരുൺ നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ എന്റെ ഡേറ്റയാണ് തന്നത്. ഇതുവരെ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതിനു ശേഷം 14,722 കേസുകൾ, ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ തന്നെ അബ്കാരി കേസുകൾ 2,282 ആണ്. NDPS ആണ് 1,422 NDPS കേസുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അതോടൊപ്പം തന്നെ മീഡിയം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ്, ഈ NDPS കേസിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അത് 170 എണ്ണം രജിസ്റ്റർ ചെയ്യാൻ പറ്റി. 15 എണ്ണം മീഡിയം ക്വാണ്ടിറ്റി, 170 എണ്ണം. കൂടാതെ ഞങ്ങൾ ഈ സ്കൂൾ തുറക്കുന്ന ദിവസം തുടങ്ങിയ ഒരു വലിയ ക്യാമ്പയിനുണ്ട്. അതായത് വലിയ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. കടകൾ മുഴുവൻ റെയ്ഡ് ചെയ്ത് 11,008 കേസുകളാണ്, കോട്ട്പ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്, നിരോധിത പുകയില ഉൽപ്പന്നം ഏകദേശം 6,000 കിലോ അടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ ഇതിനകം തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ. അപ്പോൾ കഞ്ചാവ് 185 കിലോഗ്രാം, ഹെറോയിൻ 225.68 ഗ്രാം, ഹാഷിഷ് ഓയിൽ 187 ഗ്രാം, MDMA 795, മെത്താഫെറ്റമിൻ 771, ബ്രൗൺ ഷുഗർ 7.94, കഞ്ചാവ് ചെടികൾ ഏകദേശം 265 വീടുകളിൽ നിന്ന് ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കാര്യം. കൂടാതെ ഈ മദ്യത്തിന്റെ കാര്യത്തിൽ തന്നെ ഈ കള്ളിലെ ഈ കെമിക്കൽസ് കലർത്തിയും തുടങ്ങിയ പ്രശ്നങ്ങൾ, വലിയ രൂക്ഷമായ പ്രശ്നം കേരളത്തിലുണ്ട്. ഞങ്ങൾ അതിന്റെ തുടക്കത്തിലാണ്. അതിനുവേണ്ടിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്നൊരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. കള്ളിൽ ചേർത്തിരിക്കുന്ന മായവസ്തുക്കളെ കണ്ടുപിടിക്കാനും തുടർച്ചയായി ആ മേഖലയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് എക്സൈസിന്റെ ഓപ്പറേഷൻ ശുദ്ധി. എക്സൈസ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് വലിയ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അരുൺ. കാരണം ഞാൻ ആ വകുപ്പിനെ പഠിച്ചപ്പോൾ ആകെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം കേവലം 5,000 മാത്രമാണ്. ഇതിൽ ഒരൊറ്റ മോഡൽ എക്സൈസ് ഓഫീസ് പോലും ഇവർക്കില്ല. വാഹനങ്ങൾ ഇല്ല, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. ഈ ഗവൺമെന്റ് വരുന്ന സമയത്ത് ഒരൊറ്റ എക്സൈസ് റേഞ്ച് ഓഫീസിൽ പോലും ഈ സബ്സ്റ്റൻസ് പിടിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന കിറ്റില്ല. നമ്മൾ ഇവരെ ഇത് പിടിച്ചെടുത്ത് ലാബിലേക്ക് അയച്ചാൽ സംസ്ഥാനത്താകെ ഒറ്റ കെമിക്കൽ എക്സാമിനേഷൻ ലാബാണുള്ളത്. അവിടെ കൊടുത്ത് റിസൾട്ട് വരുമ്പോൾ 1.5 കൊല്ലം കഴിയും. അപ്പോഴേക്കും കേസുകൾ പലതും ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ് ചെയ്യാനാണ് മന്ത്രി എന്നതിൽ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. ഇപ്പോൾ ബജറ്റ് പ്രപ്പോസലിൽ നമ്മൾ എക്സൈസ് മോഡേണൈസേഷന്റെ പ്രപ്പോസൽ കൊടുത്തു. കേരളത്തിൽ ഈ ബജറ്റിലൂടെ കേരളത്തിലെ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റ് കൊടുക്കാനുള്ള പണം വകയിരുത്തപ്പെട്ടു.
സംസ്ഥാനത്ത് പുതിയ സ്റ്റേറ്റ് എക്സൈസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് എക്സൈസ് കെമിക്കൽ ലാബ് ഉള്ള തുക ഈ ബജറ്റിൽ വകയിരുത്തപ്പെട്ടു. അതോടുകൂടി സംസ്ഥാനത്ത് എക്സൈസ് പിടിക്കുന്ന കേസുകൾക്ക് ഉടനടി റിപ്പോർട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഐഡന്റിഫിക്കേഷൻ കിറ്റുകളിലൂടെ ഏത് മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്ന് പ്രാഥമിക ഐഡന്റിഫിക്കേഷൻ നടത്തുക, സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറീസിലൂടെ കൊടുത്ത് ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കുക. അതുകൂടെ തന്നെ കൺവിക്ഷൻ റേറ്റ് ഭയങ്കര ശക്തമായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. സംസ്ഥാനത്തെ എക്സൈസ് മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ നമ്മൾ ഇതിന് ഒരു എക്സൈസ് ഓഫീസ് എങ്ങനെ ആയിരിക്കണമെന്നതിന്റെ മാതൃക ഉണ്ടാക്കി സംസ്ഥാനത്താകമാനം അത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ ബജറ്റിൽ അതിന്റെ തുക വകയിരുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ അധികമായി വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 14 ഡി അഡിക്ഷൻ സെന്ററുകൾ എന്നത് എല്ലാ താലൂക്കിലേക്കും വ്യാപിപ്പിച്ച് 77 ഡി അഡിക്ഷൻ സെന്ററുകൾ ഉള്ള പ്രോജക്റ്റാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടാതെ റിഹാബിലിറ്റേഷൻ സ്റ്റഡി, അത് വളരെ നിങ്ങളുടെ എല്ലാം സഹായം വേണ്ട ഒരു മേഖലയാണ് റിഹാബിലിറ്റേഷൻ. കാരണം റിഹാബിലിറ്റേഷൻ എന്നത് ഒരു പേഴ്സൺ ഓറിയന്റഡ് ആണ്. ഇപ്പം നമുക്കൊരു സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു ആളാണെന്ന് കരുതുക, നമുക്ക് തൊഴിൽ പരിശീലനത്തിന് വിടാം. പക്ഷെ PhD കാരനാണെങ്കിലോ, ഒരു സിനിമാ താരമാണെങ്കിലോ വ്യത്യസ്തമാണ്. ഒരു കായിക പ്രവർത്തകനാണെങ്കിലും. അപ്പോൾ റിഹാബിലിറ്റേഷൻ എന്നൊരു വളരെ കോംപ്രിഹെൻസീവ് പ്ലാനാണ്. സമൂഹത്തിലേക്ക് അവരെ പുനഃസംയോജിപ്പിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ മയങ്ങില്ല കേരളം എന്നൊരു ക്യാമ്പയിൻ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ ഞങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പോർട്ടൽ എക്സൈസ് ക്ലിയർ ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ ചെയ്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, അപ്പോൾ ഈ വിളിച്ചു പറയുന്നവർക്ക് ആശങ്കയാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് എത്രമാത്രം ശക്തരായ ആളുകളാണ്, എത്ര വലിയൊരു മാഫിയാണ്. അപ്പം അതുകൊണ്ട് ആളിന്റെ വിവരം ഒന്നും പുറത്തു പോകാത്ത മയങ്ങില്ല കേരളം പോർട്ടൽ എക്സൈസ് ഓപ്പറേഷനിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ കാലം അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് വിവരം രഹസ്യമായി നൽകാം. ആരാണ് വിവരം നൽകിയെന്ന് അറിയില്ല. കൂടാതെ ഒരാൾക്ക് ഡി അഡിക്ഷൻ വേണം, രജിസ്റ്റർ ചെയ്യാം. ഒരാൾക്ക് റിഹാബിലിറ്റേഷൻ വേണം, രജിസ്റ്റർ ചെയ്യാം. ഒരു സ്ഥലത്ത് നമുക്ക് അവയർനെസ് ക്യാമ്പയിൻ വേണം, രജിസ്റ്റർ ചെയ്യാം. അതായത് മയങ്ങില്ല കേരളം ജനജാഗ്രത പോർട്ടൽ എക്സൈസിന്റെ ഓപ്പറേഷനിലായിരിക്കുകയാണ്. അപ്പോൾ എൻഡ്യൂറിംഗ് ആയ നീണ്ടു നിൽക്കുന്ന സമൂഹത്തിൽ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്ന, അവയർനെസ് ശക്തിപ്പെടുത്തുന്ന, ഡി അഡിക്ഷൻ ശക്തിപ്പെടുത്തുന്ന, റിഹാബിലിറ്റേഷൻ ശക്തിപ്പെടുത്തുന്ന ഒരു കോംപ്രിഹെൻസീവ് പ്ലാനാണ് എക്സൈസ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ മിനിസ്റ്റർ, നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഉണ്ടല്ലോ, അതേപോലെ എക്സൈസിന്റെ ഒരു മാതൃകയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ടോ? ഞാനിത് ചോദിക്കാൻ ഒരു കാരണം, ഇപ്പോൾ താമരശ്ശേരിയിലൊക്കെ സ്കൂളിലെ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിനകത്ത് വ്യാജ ചാരായം കൊണ്ടുവന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ PTA പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ ഒരു 4 തവണയായിട്ട് ഈ കുട്ടി ഇത് കൊണ്ടുവരുന്നുണ്ട്, മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഈ കുട്ടികൾക്കിടയിൽ പലതരത്തിലാണ്, നമുക്ക് പോലും പേരറിയാത്ത ചില സാധനങ്ങളാണല്ലോ ഈ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് അതുണ്ട്, ഇന്ന സ്ഥലത്ത് ഇതുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപക്ഷെ നേരിട്ട് അറിയാമായിരിക്കാം. അവരെ എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഭാഗമാക്കാൻ പറ്റുക മിനിസ്റ്റർ? അതായത് നിലവിൽ ഞാൻ ഇതുവേണ്ട ഡേറ്റ സമാഹരിച്ചപ്പോൾ എക്സൈസിന്റെ കണക്കിൽ സംസ്ഥാനത്ത് 5600-നടുത്ത് ലഹരി വിരുദ്ധ ക്ലബ്ബുകളുണ്ട്. ബട്ട് ഓൺ പേപ്പർ എനിക്ക് മനസ്സിലായതാണ്, പേപ്പറിലാണ്. അതായത് വലുതായിട്ടൊന്നും ഇഫക്റ്റീവ് അല്ല. നമ്മൾ സംസ്ഥാന വ്യാപകമായി ഈ മയങ്ങില്ല കേരളം ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ സ്കൂളിലാകമാനമുള്ള അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ലഹരി വിരുദ്ധ ക്ലബ്ബുകളാണ്. മയങ്ങില്ല കേരളം ക്ലബ്ബുകൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 തരത്തിലുണ്ട്. നമ്മളൊരു ആളുകളെ ഇൻഫോമർ എന്ന തരത്തിൽ കൊടുക്കുന്ന അല്ല, ഒരു എൻഫോഴ്സ്മെന്റിന് വലിയ ആ തരത്തിൽ പറയുന്ന ഒരു രീതി അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ അപകടം ചെയ്യുകയും ചെയ്യും, വേറെ തരത്തിലാവും കാര്യങ്ങൾ. ഇതൊരു സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നിലവിലുള്ള ഈ ലഹരി വിരുദ്ധ ക്ലബ്ബുകളെ ശക്തിപ്പെടുത്താൻ, അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഇന്ററാക്ഷൻ ഉള്ള, പരസ്പരം സംസാരിക്കുന്ന, ഇതെന്താണ് ഈ മയക്കുമരുന്നിനെ കുറിച്ച് ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ സംസ്ഥാന എക്സൈസിന് 31 ട്രെയിനർമാരുണ്ട്. നിംഹാൻസിൽ ട്രെയിനിങ് കിട്ടിയ 31 ട്രെയിനർമാരുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമുക്കൊരു ഗൈഡ് ലൈൻ വേണം. ഒരു സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പേരുകൾ MDMA, മെത്താഫെറ്റമിൻ, അല്ലെന്നുണ്ടെങ്കിൽ ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇങ്ങനെയുള്ള പേരുകളെ കുറിച്ച് പോലും സംസാരിക്കരുത്. കാരണം എന്താ, എന്നിട്ട് കുട്ടികളോട് പറയുകയാണ് ഒരു മയക്കിന്റെ ഇഫക്റ്റ്. അപ്പോൾ ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം ഇതെന്താണ്, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ ന്യൂറോ ഡിസോർഡർ വന്ന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥ, തലച്ചോറ് തകർന്നു പോകുന്നൊരവസ്ഥ, ഭാവി നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളെ പോലും നമുക്ക് അച്ഛനെ അമ്മമാരെ പോലും ഒരു സ്നേഹബന്ധത്തോടെ തിരിച്ചറിയാൻ കഴിയാത്ത, ഒരിക്കലും തിരിച്ചുവിടാൻ കഴിയാത്തൊരു കയത്തിലേക്കുള്ളൊരു വീഴ്ചയാണെന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ, ഒരു അവയർനെസ്സിലൂടെ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റുള്ളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനം അതിശക്തമാക്കി എല്ലാ അതൊരു മാൻഡേറ്ററി ഒന്നാക്കി മാറ്റുക. അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്.
കൂടാതെ സംസ്ഥാനത്താകമാനം വാർഡുകളിൽ 24,000-ഓളം വാർഡുകളിൽ യഥാർത്ഥത്തിൽ മയക്കുമരുന്നിനുള്ള ജനജാഗ്രതാ സമിതികൾ എന്നത് ഒരു തിയറിറ്റിക്കലായുണ്ട്, പക്ഷേ ഇഫക്റ്റീവ് അല്ല. അപ്പം നമ്മൾ എക്സൈസ് അക്കാര്യത്തിൽ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ ജനപങ്കാളിത്തം, ജനപ്രതിനിധികളും പ്രധാനപ്പെട്ട പൗരപ്രമുഖരും അടങ്ങുന്ന ഓരോ വാർഡിലും നിലവിലുള്ള ഈ സമിതികളുടെ ശാക്തീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വീടുകളിൽ കയറിയുള്ള ഒരു ക്യാമ്പയിൻ, വലിയ സംസാരിക്കുക, ഇരുന്ന് സംസാരിക്കുക, ഇത്തരം ഡ്രഗ് അഡിക്റ്റഡ് ആകുന്ന കുടുംബങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. അത് മയക്കുമരുന്ന് മാത്രമല്ല, മദ്യത്തിനെ കൂടി ആ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബെബ്കോയിന്നൊക്കെയുള്ള ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്ലാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. സ്ഥിരമായി മദ്യം വാങ്ങുന്ന ആളുകളും അവരുടെ കുടുംബങ്ങൾ, കാരണം ഈ മദ്യം വാങ്ങി പണം വാങ്ങി അവരെ ചൂഷണം ചെയ്താൽ പോരല്ലോ, അതിന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടി ഇപ്പുറത്തെ ഈ വകുപ്പുകൾക്കുണ്ട്. നമുക്ക് അത്തരം കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് അവരുമായി സംസാരിച്ച് അവരെ ഡി അഡിക്ഷനിൽ എത്തിക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണനയിലാണ്. ഇപ്പൊ ആദ്യ ഒരു മാസത്തിൽ ഒരു പഠനമാണ് നടന്നുകൊണ്ടിരുന്നത്. കൃത്യമായ ഒരു അസസ്മെന്റ് ഓരോ വകുപ്പിനെ കുറിച്ചും ഈ മേഖലയെക്കുറിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘകാല പദ്ധതിയിലൂടെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഉഷാറാവട്ടെ മിനിസ്റ്റർ. ഏതായാലും നമുക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഒരു ഭാഗത്ത് തൂഫാൻ, ഒരു ഭാഗത്ത് തണ്ടർ. നമുക്ക് ഈ വിപത്തിനെ പൂർണ്ണമായും തടഞ്ഞേ മതിയാകൂ. ഉഷാറായി കാര്യങ്ങൾ നടക്കട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഈ വീര്യം കുറഞ്ഞ മദ്യമൊക്കെ വരുമ്പോൾ നമ്മളുടെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതൊരു തടസ്സമാവൂ? ഞാൻ പറഞ്ഞല്ലോ, ഒരു നയമെന്ന രീതിയിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു നിലപാട് വളരെ കൃത്യമാണ്. UDFന്റെ ഈ ജനത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത് ലഹരി നിർമ്മാർജ്ജനം, ലഹരിയുടെ വ്യാപനം കുറയ്ക്കുമെന്ന് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മദ്യനയം കൃത്യമായി വന്നിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുള്ളൂ. എക്സൈസ് വകുപ്പിൻ്റെതായ നിലപാട് അത് തന്നെയാണ്, കേരള സർക്കാരിന്റെ നിലപാടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിലപാട് പറഞ്ഞല്ലോ, ഇത് വിൽക്കാനുള്ളൊരു തീരുമാനം എന്നത് ഇതൊരു നികുതി സ്ലാബ് മാത്രമാണ്. വിൽക്കാൻ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ലാബ് നിലവിൽ വരികയുള്ളൂ. വളരെ കൃത്യമാണ്. എല്ലാവരുമായി ചർച്ച നടത്തി കേരളത്തിന്റെ സാമൂഹ്യത്തിൽ രണ്ട് ആംഗിളും ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് ഗുണം എന്ന് തീരുമാനിക്കുക. ആ തീരുമാനിക്കുന്ന അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മുൻവിധിയോടെ ഇതിനകത്ത് പോകാൻ ഞാനില്ല. അതായത് പാർട്ടിയുമായിട്ടും മുന്നണിയുമായിട്ടും കൂടി ആലോചിച്ചിട്ട് മദ്യനയം ഉണ്ടാക്കിയിട്ട് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നയവും, അങ്ങനെയാണ് പാർട്ടിയുടെ തീരുമാനം, അങ്ങനെയാണ് ഗവൺമെന്റ് തീരുമാനവും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും അങ്ങനെയാണല്ലോ. UDFന്റെ നയം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമുള്ളൂ എന്നുള്ള കാര്യം നമ്മളൊക്കെ എതിർത്താണല്ലോ. അപ്പോൾ പഠിക്കേണ്ടതുമാണ്. എന്താണ് ഇപ്പോൾ ലഹരി കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്താൽ അത് മയക്കുമരുന്നിന് അന്യമാകുമോ? അതല്ല, ഇപ്പോഴേ കൊടുത്തു തുടങ്ങിയാൽ അത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുമോ? ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യണം. എല്ലാ ആംഗിളും ചർച്ച ചെയ്ത് കേരള സമൂഹത്തിന് ഗുണകരമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് നിലപാട്. യെസ്, താങ്ക് യു മിനിസ്റ്റർ. ഉഷാറായി കാര്യങ്ങൾ പോകട്ടെ. ശ്രീ എം ലിജു, ഞങ്ങൾക്ക് അങ്ങയിലും വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ വകുപ്പ് ഈ 30 ദിവസത്തിനുള്ളിൽ ചെയ്ത കാര്യങ്ങൾ ചെറുതല്ല. 14,000-ലധികം കേസുകൾ, അങ്ങ് നടത്തിയ അടിസ്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഞങ്ങളും ഉണ്ടാവും താങ്കൾക്കൊപ്പം. താങ്ക് യു ശ്രീ എം ലിജു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ, ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തണ്ടർ. ഒരു പ്രേക്ഷകൻ പറയുമായിരുന്നു, സതീശന്റെ മന്ത്രിസഭയിൽ പണിയെടുക്കുന്ന 2 മന്ത്രിമാരേ ഉള്ളൂ എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയും എം ലിജു അവർ കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ കാര്യങ്ങൾ, എം ലിജുവിന് കിട്ടിയത് 5,000-ഓളം ഉദ്യോഗസ്ഥരെ മാത്രമുള്ളൊരു വകുപ്പാണ് എന്നത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. പിന്നെ ഓടാത്ത ചില കാറുകൾ, ചില ജീപ്പുകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഓടുന്ന ചിലതുണ്ട് എന്നാൽ പോലും. അപ്പോൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എം ലിജു അടക്കമുള്ളവരൊക്കെ പെരുമാറുന്നത്. പക്ഷെ നോക്കൂ, അത് എം ലിജുവിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മളിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. തൂഫാൻ വാരിയർ.